ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അങ്ങനൊന്നുമല്ല. ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയും കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ അങ്ങനെ വലിയൊരു മേക്ക് ഓവർ എന്നൊന്നും പറയാനില്ല. കുറേ സാധനങ്ങളെ അടുക്കിയൊന്നും അല്ല ഇരിക്കുന്ന, ഒരു വല്ലാത്ത രീതിയിൽ ഒക്കെ ഇരിക്കുന്ന കുറച്ച് നമ്മുടെ അടുക്കളയുടെ ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ബേസിക്കായിട്ട് ഇവിടെ ഇന്നലെ ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നു പറഞ്ഞില്ല. ഈ ബാഗിലുള്ള ഈ കട്ടിലിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൽ എപ്പോഴും പൊടി വരും. ഇത് വേണ്ടായിരുന്നു ഇപ്പോൾ ഓർമ്മ ഇത് വേണ്ടായിരുന്നു തോന്നി. നമ്മൾ വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പണിയിപ്പിച്ച്. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിലെപ്പോഴും പൊടി വരും. എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അങ്ങനെ അലമാര ഇനി അലമാര ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അതിൽ തുണിയെല്ലാം അലമ്പിക്കിടക്കുക. നമ്മൾ ഓരോരുത്തർത്തൊക്കെ പോകുമ്പോഴേ തുണി വാരി വലിച്ചിട്ടിരിക്കുക. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അത് പക്ഷേ ഇന്ന് ചെയ്യുമെന്ന് തോന്നുന്നില്ല, സമയമുണ്ടല്ലേ ചെയ്യത്തുള്ളൂ. അതുപോലെ ബാക്കിയുള്ള എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തറയെല്ലാം തുടച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. എല്ലാം കൂടി എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം കൂടി ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മടുക്കും, നമുക്ക് ദേഷ്യം വരും, നമുക്ക് പിന്നെ ആ ജോലി ചെയ്യാനേ തോന്നത്തില്ല. അപ്പോൾ 1-2 ദിവസമായിട്ട് പതുക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കതേ കൂടുതൽ ഇഷ്ടം. എല്ലാം കൂടെ ഞാൻ ഫുള്ള് അലമാര, അതുപോലെ തന്നെ കട്ടിൽ, ഇതെല്ലാം തുടച്ചു. എല്ലാത്തിനും തട്ട് തുടച്ചു. ഇവിടെ എല്ലാം തൂത്തുവാരി തറ തുടച്ചു. അതൊരു ദിവസം ചെയ്തു. പിന്നെ ഡെയിലി നമ്മൾ തൂത്തുവാരുമല്ലോ. ഞാൻ ആഴ്ച ഒരു ദിവസമായിരിക്കും തുടയ്ക്കുന്നത്, ബാക്കി എല്ലാ ദിവസവും തൂത്തുവാരും. പിന്നെ എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് തൂത്തുവാരാൻ പറ്റിയിട്ടില്ല. നമ്മളന്ന് ക്യാമ്പ് ഒക്കെ പോയില്ലേ, അന്ന് പോയിട്ട് എല്ലാം ഇവിടെ വാരി വലിച്ചൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 2 ദിവസം പിന്നെ വൃത്തിയാക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് പിന്നെ വൃത്തിയാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ഒന്ന് തൂത്തുവാരി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ബാൽക്കണി ഫുൾ പൊടി പിടിച്ച് കിടക്കും, അത് വേറൊരു ദിവസം എടുത്തിട്ട് ക്ലീൻ ചെയ്യും. അത് മേക്ക് ഓവർ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം കുഞ്ഞൊരു വാഗണേമ ഒന്ന് ലെങ്ത് ഉണ്ട്, പക്ഷെ വീതിയില്ല. പിന്നെ നമുക്ക് തുണി വിരിക്കാനുള്ള സ്ഥലം, പിന്നെ നമുക്ക് അകത്ത് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ സൈഡിൽ വെച്ചിരിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഇടയ്ക്ക് പൊടി തുടയ്ക്കുക എന്ന് മാത്രമേ അവിടെ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ വ്യൂവും കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈറ്റോ ഒന്നും ഇല്ല ആ ഭാഗത്ത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു തുണി വിരിക്കുക, പിന്നെ വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ടിടുക എന്ന് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ അപ്പം അവിടെ ഒരു ടേബിൾ കിടപ്പുണ്ട്. ആ ടേബിൾ നല്ല ടേബിൾ ആയിരുന്നു. അത് ഞാൻ അവിടെ കൊണ്ടിട്ടിട്ട് അതിൽ അഴുക്കും പൊടിയെല്ലാം പിടിച്ച്. അപ്പം അതുകൊണ്ട് നമുക്ക് അടുക്കളയിലേക്ക് ആക്കിയിട്ട്, അടുക്കളയിൽ ഒരു ഭാഗത്തെല്ലാം ഇങ്ങനെ തറയിലൊക്കെ കുറേ സാധനമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ടേബിളിലേക്കൊന്ന് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യാം, വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ വെച്ചു പിന്നെ നമുക്ക് അച്ഛനൊരു സ്റ്റാൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അതുകൂടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചു ഡെയിലി വ്ലോഗിൻ്റെ കൂടെ ഇതുകൂടെ ഇട്ടേക്കാന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാട്ടോ ആ ടേബിള്. ഇതെന്തോ വേണ്ടാത്ത നമ്മൾ ബാഗ് എടുത്ത് വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഈ ടേബിൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാം. ഇവിടെ വെച്ച് തന്നെ വൃത്തിയാക്കാം. അപ്പം നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കിച്ചണിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ്ട് ഈ ഒരു സംഭവം കണ്ടോ, ഈ വട്ടത്തിരിക്കുന്ന ഈ ലൈറ്റല്ല, ആൻഡ് ഈ സാധനം, ഈ ഗോൾഡും ബ്ലാക്ക് കളർ, ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ, നമ്മുടെ പിസ്ത ഷെല്ല് വെച്ചിട്ട്. ഇതിൻ്റെ കുറച്ച് സംഭവം കൂടെ എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണ് ഇത് പഴയല്ല, നമ്മുടെ അല്ലല്ലോ. അപ്പോൾ ഇത് പല ആൾക്കാർ നിന്നിട്ടുള്ള ബിൽഡിങ്. അപ്പോൾ അവരൊക്കെ ഡ്രില്ല് ചെയ്ത് കിച്ചണിൻ്റെ അവിടെ പലയിടത്തും ഹോളുകളും അങ്ങനെ ടൈല് പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന്
വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് ഡെക്കോറായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വെക്കുന്ന ടൈപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ അത് ഉണ്ടാക്കി തുടങ്ങണം. അപ്പം നമുക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതാണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അച്ഛൻ കൊണ്ട് തന്നതാണ്. നമുക്ക് ഈ സ്റ്റാൻഡിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ ആക്ച്വലി ഇവിടെ ഇങ്ങനെ ആയിട്ട് നമ്മളെന്താ തവി, സ്പൂണ് ഇതൊക്കെ ഇട്ട് വെക്കുന്ന സംഭവം നേരത്തെ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴച്ഛൻ നമുക്ക് ഈ സ്റ്റാൻഡ് തരും. അപ്പം നമുക്ക് ഈ സ്റ്റാൻഡിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാവേ. നമ്മളിത് ഇങ്ങനായിട്ട് തറ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഇതെല്ലാം കൂടി ഇതിലേക്ക് നമുക്ക് ആക്കാവുന്നേ. സ്പൂണുണ്ട്, പിന്നെ ഞാൻ ഇതേണ്ട ഈ ഒരു ഷെഫിൻ്റെ സാധനം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരുന്ന. അതിപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാനൊക്കെ പോകുമ്പോൾ അടുത്ത് മാറ്റില്ല. പിന്നെ ശരി ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന്. പിന്നെ അതേണ്ട ഒരു ഫ്ലവർ പോട്ട് അത് ഇവിടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചേ. പിന്നെന്താ, പിന്നെ അതേണ്ട ഈ കയ്യിൽ ഇത് ഇച്ചിരി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. നല്ല തടിയുടെ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ നമുക്ക് ഒരു പോട്ട് ഇവിടെ വെക്കാം. പിന്നെ ഒരു അച്ചാറുണ്ട്, അത് നമുക്ക് എപ്പോഴും എടുക്കണ്ട. അത് ഒരു പിസ്ത, ഇത് നല്ല ഭംഗിയുണ്ട്. ഈ അച്ചാർ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഈ പാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സാധനമുണ്ട്, കണ്ട് ഇത് നമ്മുടെ തവിയും അതും ഇതൊക്കെ ഇട്ട് വെക്കണം. പിന്നെ നൈഫും ഒക്കെ ഇട്ട് വെക്കണം. ഇവിടെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞു കരയുന്നുണ്ടാക്കി, അത് വെളിയിലാട്ടോ. പിന്നെ നമുക്ക് ഒലീവ് ഓയിലിനെ നമുക്ക് വേറെ കുപ്പിയൊന്നുമില്ല, നമ്മൾ മേടിച്ചിട്ടില്ല, നമ്മുടെ കുപ്പി ടൈപ്പ് ഇല്ല. അപ്പം നമ്മൾ ഇതിൽ തന്നെ വെക്കുന്നത്. അപ്പം നമുക്കെടുത്ത് ബാക്കിലോട്ട് ഇങ്ങനെ വെക്കാം. അപ്പം അതവിടെ ഇങ്ങനെ ഇരുന്നോളൂ. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? രസമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ട ഈ ഒരു സാധനം ഇവിടെ തൂക്കിയിടാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാം കേട്ടോ. എനിക്ക് എന്നും ഒരേ സാധനം ഇങ്ങനെ ഇരിക്കുന്നത് വലിയ ഇഷ്ടമല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാം. നോക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. എനിക്ക് രസം തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല. എന്നാലും ഒതുങ്ങി ഇരിപ്പാണ്. മറ്റേ നിരത്തി വെക്കുന്നതിലും ഒരു ഭംഗിയുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ഷെഫിനെ ഇനിയും മേടിക്കണം. വെള്ളം നനച്ച് തുടക്കാൻ. നല്ല പൊടിയുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ അകത്ത് കിടന്ന സാധനം ഞാൻ എൻ്റെ അഹങ്കാരത്തിനെടുത്ത് വെളിയിലിട്ട സ്ഥലമില്ലെന്ന്. ഈ ഭാഗം ഈ ഒരു ഭാഗമാട്ടോ നമ്മുടെ കിച്ചണിൽ ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുന്നത്. ഇവിടെ ഇതവിടെ കിടക്കുക ഈ ഒരു ഭാഗം. ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ പ്ലേറ്റൊക്കെ ഉണക്കാൻ വെച്ചേക്കുന്ന കേട്ടോ. ഇതിൽ ഉണക്കി കഴിയുമ്പോൾ നമ്മളെടുത്ത് അകത്ത് വെക്കും. ഇതിപ്പോൾ ഞാൻ തുടച്ചതാണ്, ഞാൻ കളയാൻ പോവത്. ഇതൊക്കെ വലിയ കുഴപ്പമില്ലാതെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ കിച്ചൺ ബാക്കി ഏരിയ എല്ലാം അടിപൊളിയാണ്. നമ്മുടെ ഈ ഒരു ഭാഗം മാത്രം ആണ് കുളമായിട്ട് കിടക്കുന്നത്. ഇവിടെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഇതാട്ടോ നമ്മൾ അരിയൊക്കെ മേടിക്കുമ്പോൾ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ട് ബാക്കി ഇതിനകത്തിൽ ഇട്ട് വെക്കും പൊടികൾ. ഇത് ആക്ച്വലി കവറുകളാണ്. കവറുകൾ ഇവിടെ ലോണ്ടറി ഏരിയ ആക്കണമെന്ന് എനിക്ക് ആദ്യം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് മാറ്റും ഒരു നമുക്കൊരു മിനിറ്റിന് ഇങ്ങോട്ടാക്കാം. ആദ്യം ഇവിടെ തൂത്ത് വരാം.
ഇവിടെ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നല്ല സ്പേസ് കിട്ടി. നേരത്തെ ഇവിടെ ഫുൾ കവറായിരുന്നു. ഇപ്പം എന്തായാലും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ മുന്നേ ഇതേ സ്പേസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വാതിൽ ഒരു 3/4 ഭാഗം തുറക്കത്തുള്ളൂ. നമുക്ക് അത്രയും തുറന്നാൽ മതി. അപ്പോൾ എന്തായാലും ഇതിവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നല്ല സ്പേസ് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പം നമുക്ക് കുഞ്ഞടുക്കളയാണല്ലോ, അത്യാവശ്യം സ്ഥലം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എന്തെങ്കിലും ഈ ദിസ് കിച്ചൺ, അത് ഞാൻ ചുമ്മാ നേരത്തെ എപ്പോഴും എഴുതിയതാണ്, അതൊന്ന് മാറ്റി വേറെ എന്തെങ്കിലും ആക്കണം. ഇവിടെ ഒരു ആണിയുണ്ട്, അവിടെ നമുക്ക് എന്തെങ്കിലും ഹാങ്ങിങ് എന്തെങ്കിലും മേടിച്ചിടുവോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിടുവോ ഒക്കെ ചെയ്യണം. ഇനി നമുക്ക് വേസ്റ്റൊക്കെ കളയാനുണ്ട്. അങ്ങനെ കുറഞ്ഞ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൊരു കൊച്ചു വീഡിയോ. ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നും കുക്കിംഗ് വീഡിയോ മാത്രമല്ലേ ഞാൻ ഇടുന്നത്. അപ്പം ഞാൻ ആണെങ്കിൽ ഈ വീടിന് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാറ്റിനകത്ത് മാത്രമാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാടൊക്കെ ആയിരുന്നെങ്കിൽ പുറത്ത് ചെടികളും അങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്കിവിടെ ചെടികളൊക്കെ നടണം, വെക്കണം എന്നൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെ മേടിച്ച് വെച്ചതാണ്. പക്ഷെ ഒന്നും കിളിക്കുന്നില്ല. എന്ന് വെച്ചാൽ വെയിലൊട്ടും ഇല്ലാത്ത ഒരു വീടാണ്. അപ്പം എനിക്ക് ഈ വീടിനകത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് കൂടുതലും കുക്കിംഗ് വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നതുകൊണ്ട് വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാനത് അറേഞ്ച് ചെയ്തപ്പോൾ വീഡിയോ എടുത്തു എന്ന്. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല, ഞാൻ അറേഞ്ച് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചെന്നെങ്കിൽ അങ്ങ് വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ച കേട്ടോ. അപ്പോൾ എന്നും കുക്കിംഗ് വീഡിയോ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനതങ്ങ് വീഡിയോ ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു. ഇനി നമുക്ക് കിച്ചണിൽ കുറച്ച് സാധനങ്ങളൂടെ ഒക്കെ മേടിച്ചിടാനുണ്ട് കേട്ടോ. കുറച്ച് ഹാങ്ങിങ്ങോ മേടിച്ചിട്ടില്ലേ പോലും ഉണ്ടാക്കിയെങ്കിലും ഇടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കിച്ചണിൽ കുറച്ച് ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഹോള് പോലെ ഇങ്ങനെ ഉണ്ടെന്ന്, വേറെ ആരൊക്കെയോ ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, ഇച്ചിരി ഒന്ന് ഭംഗിയാക്കണം എന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇനി വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.